ശരി, ശ്രീ എൻ ശ്രീകുമാർ ഇപ്പൊ ഇവിടെ ഇപ്പോ ഈ കോഴിക്കോട്ടെ ഈ പുതിയ വിവാദത്തിന് മുഹമ്മദ് റിയാസ് എടുക്കുന്ന സമീപനം, വസീഫിന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്ന സമീപനം, അത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതിപ്പോ ആദ്യമായി ഒരു ഇരവാദവുമായി മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നു. അദ്ദേഹം നിരന്തരമായി നെഗറ്റീവ് വാർത്തകളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനായി ഏറ്റവും നിവൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്നു. അതുകൊണ്ട് നിയമപരമായ പോംവഴി മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളൂ. ഇതാണ് റിയാസിന്റെ നാട്യം. എങ്ങനെയാണ് റിയാസ് ഈ ഇരവാദവുമായി മുന്നോട്ട് വരുന്നതിനെ താങ്കൾ കാണുന്നത്? ഇപ്പൊ ഈ പാർട്ടി കമ്മിറ്റികളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നല്ലോ. അതിൽ 2 കേന്ദ്രങ്ങളുടെ നേരെ തന്നെയാണ് ഏറ്റവും ശക്തമായ വിമർശനം വന്നിട്ടുള്ളത്. സ്വാഭാവികമായും പിണറായിക്കെതിരെയാണ്. പിന്നീട് വന്നിട്ടുള്ളത് റിയാസിനെതിരെ തന്നെയാണ്. സൂപ്പർ മുഖ്യമന്ത്രിയാണ് റിയാസ് പ്രതികരിക്കുന്നത്. അത് ഈ കമ്മിറ്റിക്കകത്ത് ഒരു അടഞ്ഞ രഹസ്യമായി കാണേണ്ടതില്ല. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി കണ്ടാൽ മതി. ഈ കഴിഞ്ഞ ദിവസം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെ നിന്ന് ഈ MP രാജേഷ് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം പുറകെ വന്നിട്ട് പറയുകയാണ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, മുന്നോട്ട് പോകുക, നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ആരാണ് ഇദ്ദേഹം എന്ന് മാത്രമല്ല, അതപ്പോൾ MP രാജേഷ് മൈൻഡ് ചെയ്യാതെ വിടുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഈ അത്യുത്സാഹത്തോടെയുള്ള ഇടപെടലുകൾ, അതാണ് ഈ ഫിറോസ് പറഞ്ഞതുപോലെ. ഇനിയിപ്പോൾ കോഴിക്കോട് ഇദ്ദേഹത്തിന്റെ മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ഇദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണോ? അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. അത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ ആ കൃത്യമായ വാർത്ത പുറത്തു വരേണ്ടതുണ്ട് എന്ന താല്പര്യത്തോടെ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിണറായിയും റിയാസും പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, പാർട്ടിക്കകത്തും സർക്കാരിനകത്തും. അവിടെ ഈ കോഴിക്കോട് വിവാദത്തിൽ ഇനി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമില്ലെങ്കിൽ അതൊരു പരിചയാക്കി ഇരവാദം എന്ന രൂപത്തിലേക്ക് മാറ്റുകയാണോ റിയാസിന്റെ അതിബുദ്ധി? നോക്കൂ വേണു, ഇവിടെ MA ബേബി ഇന്നലെ ഒരു ലേഖനം എഴുതിയായിട്ടൊരു പത്രത്തിൽ ഒരു വാർത്ത വന്നല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞ 2 വരികൾ മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. ഒന്ന്, തോൽവി CPMൻ്റെ സ്വാധീനം വൻതോതിൽ ഇടിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. അത് അനുഭവിച്ച ഒരാളാണല്ലോ ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന വസീഫ്. 2, മാധ്യമങ്ങളെ എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു സമീപനം ശരിയല്ല എന്ന രീതിയിൽ മറ്റൊരു വാചകം. ഇത് MA ബേബി പറഞ്ഞത് പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയാണ്. ഞാൻ അതാണ് മുഖവിലേക്ക് എടുക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ തുറന്ന് എഴുതിയ സ്ഥിതിക്ക്, അത് എഴുതിയ രേഖയായിട്ട് കിടക്കുകയാണല്ലോ, എഴുതിയ സ്ഥിതിക്ക് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്ന് മുഹമ്മദ് റിയാസിനോട് ഈ PSCയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം ഒറ്റ ഉത്തരവേ പറയണ്ടു, ഒന്നുകിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. വ്യക്തമായ ഉത്തരം പറയാതെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഇത് തനിക്കെതിരെ എന്തെങ്കിലും ഇങ്ങനെ നിരന്തരം ടാർഗറ്റ് ചെയ്യുകയാണ്, ലക്ഷ്യം വെക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും? അങ്ങനെ ഒരാളെ ലക്ഷ്യം വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹം മന്ത്രിയാണ്. ആ മന്ത്രി ഇങ്ങനെ വാർത്ത വന്നപ്പോൾ, ഇങ്ങനെയൊരു കോഴയെക്കുറിച്ച് വന്നപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യമാണ് മന്ത്രിയോട് ചോദിച്ചത്. മന്ത്രി പരാതി കൊടുത്തു എന്നാണ് വാർത്ത. പരാതി കൊടുത്തെങ്കിൽ കൊടുത്തെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അപ്പോൾ ആ പ്രശ്നം അവിടെ കഴിഞ്ഞേന്. അതുണ്ടായില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, വേണു, ഏത് രീതിയിൽ വേണമെങ്കിൽ ആർക്കും വ്യാഖ്യാനിക്കാം, അത് അഴിമതി നടന്നോന്നും വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഗോവിന്ദൻ മാഷ് ഒരു കാര്യം പറഞ്ഞു. തുടരാം. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പറയേണ്ടത് അകത്ത് പറയും, പുറത്ത് പറയേണ്ടത് പുറത്ത് പറയുമെന്ന്. അതൊരു പാർട്ടി അച്ചടക്കമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് എങ്ങനെ കാണുന്നു റിയാസ് അതിനോട് പ്രതികരിക്കാതിരുന്നതിനെ? അല്ല, അത് ഗോവിന്ദ മാഷ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയാം, നടപടി സർക്കാരും അതുപോലെ പാർട്ടിയും നടപടിയെടുക്കും. ഇതങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല നടപടി എടുക്കുന്നത്. കാരണം കഴിഞ്ഞ 2016 തൊട്ടുള്ള ഇതുവരെയുള്ള കാര്യത്തിൽ CPM എത്ര നടപടി എടുത്തു? ഈ വക വിഷയങ്ങളൊക്കെ വന്നിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദോഷമാണല്ലോ അവരപ്പോൾ അനുഭവിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട് വേണുവിടെ, ഇപ്പോൾ CPMൻ്റെ രാഷ്ട്രീയം വളരെ ദുരൂഹമാണ്. നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. എന്ത് കാര്യത്തെയും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. PSCയുടെ ഈ വിഷയമാണെന്ന അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ PSC മാത്രമാണോ അടിസ്ഥാനപരമായ വിഷയം? 2019 തോന്നുന്നു PSCയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ സമരം നടത്തി. ആ സമരം കൊണ്ട് നേട്ടമുണ്ടായത് യൂത്ത് കോൺഗ്രസിനല്ലേ? എന്താണ് ആ നേട്ടം? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു നേതാവിനെ അവർക്ക് അവിടെ ഉദയം ചെയ്യിക്കാൻ അവസരമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് ശരിയായ വസ്തുതയല്ലേ? അപ്പോൾ ഏത് സമരം കൊണ്ടുവന്നാലും അന്ന് AK ബാലനാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയൊക്കെ വിളിച്ചു. ഇന്നും PSCയിലെ പരീക്ഷ എഴുതിയ കുട്ടികളെ പറയുന്നത് രേഖാമൂലം ഒരു മറുപടി അവർക്ക് കൊടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യം.
പിന്നെ എന്ന് തൊട്ടാണ് PSCക്ക് ഇങ്ങനെ വിവാദത്തിൽപ്പെട്ടത്? എന്ന് തൊട്ടാണ് വിവാദത്തിൽപ്പെട്ടത്? 2016 തൊട്ടല്ലേ നവോത്ഥാന കേരളം ഉദയം ചെയ്തത്? 2016 അതിനു മുമ്പ് നമ്മുടെ അപരിഷ്കൃത കേരളവും പ്രാചീന കേരളവും അങ്ങനെയാണല്ലോ വെപ്പ്. അപ്പോൾ 2016 ഉദയം ചെയ്ത നവകേരളത്തിൽ എന്തുകൊണ്ടാണ് PSCയെക്കുറിച്ച് ഇങ്ങനെ വിവാദം ഉണ്ടാകുന്നത്? PSC പരീക്ഷയെക്കുറിച്ച്, PSC നിയമനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇപ്പോഴാ ഒരു PSC അംഗത്തെ നിയമിക്കാനായിട്ട് കോഴ വാങ്ങിയത് പറയുന്നു. എന്തിനാകാം ഒരു PSC അംഗം കോഴ കൊടുത്ത് അംഗമാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി? PSCയിൽ അംഗമാകാൻ ഒരാൾ കോഴ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അംഗമാകാൻ കോഴ കൊടുക്കുന്നത്? അത് ചർച്ച ചെയ്യേണ്ടല്ലേ? അപ്പോൾ PSCയെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ പല കാര്യങ്ങളും സേവന വേതന ആനുകൂല്യങ്ങൾ ആണ് അതിലെ ആകർഷണം. അങ്ങനെ അല്ലാത്തൊരു മനസ്സിലാക്കൽ ശ്രീകുമാറിനുണ്ടോ? അതോ ഇനിയിപ്പോ ഈ പറയുന്നത് പോലെ ഈ അങ്ങ് സൂചിപ്പിച്ച 2016 PSCയിലെ ഈ പറയുന്ന തട്ടിപ്പ് അതിന് അരുനിൽക്കാനുള്ള സാധ്യതകൾ കാണുക, അതിലൂടെ നേട്ടമുണ്ടാക്കുക, അത്തരം ദുഷ്ടലാക്കോ? എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത്? അല്ല, എന്ത് ദുഷ്ടലാക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു PSCയിൽ ഒരാൾക്ക് PSC അംഗമാകാൻ പണം കൊടുത്തു എന്നുള്ളതാണല്ലോ ആക്ഷേപം. നമുക്കറിയില്ല എന്താ സംഭവം എന്ന്. അങ്ങനെ ആക്ഷേപം വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാകാം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? അത് നമ്മൾ അന്വേഷിക്കണ്ടേ? കൊടുത്തത് വേറെ, വാങ്ങിയത് വേറെ, ഒക്കെ രണ്ട് രീതിയാണല്ലോ. അതാണ് അന്വേഷണം. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം കൊടുത്തിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല എന്ന വസീഫിന്റെ നിലപാടാണ്, CPMന്റെ നിലപാടാണ്. അല്ല, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായി അങ്ങോട്ട് സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു? ഗോവിന്ദ് മാഷ് അങ്ങോട്ട് സംഭവം ഇല്ല എന്ന് പറയാമായിരുന്നു. മറ്റേ മന്ത്രി റിയാസിനെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന